ശ്രീ CH കുഞ്ഞമ്പു, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, കഴിഞ്ഞ കുറച്ചു കാലമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പുലി ഭീഷണി ഭീകരമായി തുടരുകയാണ്. മടിക്കൈ, കോടോമ്പളൂർ, കാരെടുക്ക, മുളിയാർ, ദേലമ്പാടി, വേടെടുക്ക, കുറ്റിക്കോൽ, പുല്ലൂർ പെരിയ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് പുലിക്കൂട്ടം ഇറങ്ങിയത്. ഇതിനുമായി ഫലമായി ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്. നാട്ടിലുള്ള മിക്കവാറും എല്ലാ പട്ടികളെയും പുലി പിടിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞു. മുളിയാർ ഇരിയണ്ണിയിലെ ഹോട്ടൽ തൊഴിലാളിയായ ഒരു സ്ത്രീ പുലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അതേ മുളിയാർ പഞ്ചായത്ത് തന്നെ ഒരു കർഷകൻ്റെ തൊഴുത്തിൽ കയറി പുലി പശുവിനെ ആക്രമിച്ച് മൃതപ്രായമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരെടുക്കയിൽ വീട്ടമ്മയെ പുലി ആക്രമിക്കുന്നൊരു നിലയുണ്ടായി. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ആ ഭാഗങ്ങളിലുള്ളത്. ഇപ്പോൾ ബോവിക്കാനം, കുറ്റിക്കോൽ പോലുള്ള ടൗൺഷിപ്പുകളിലേക്കും ഇറങ്ങി റോഡുകളിലെ കൂടി പുലി രാത്രി കടക്കുകയാണ്. വാഹനങ്ങൾക്കും ആളുകൾക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുമുണ്ട്. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലുള്ളത്. വനം വകുപ്പ് 2 കൂടുകളാണ് ഇതിനുവേണ്ടി വെച്ചത്. കൂടുകളൊന്നും വിജയിച്ചിട്ടില്ല. പുലി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വനം വകുപ്പ് പരാജയപ്പെട്ടു. വനം വകുപ്പിന് ആവശ്യമായ ജീവനക്കാരില്ല, വാഹനമില്ല, സെർച്ച് ലൈറ്റില്ല, അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിനെല്ലാം ഫലമായി അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് നേരത്തെ മുമ്പ് തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രഖ്യാപിച്ചൊരു ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. ആ ഫോറസ്റ്റ് സ്റ്റേഷൻ അനുവദിക്കുകയും അതുവഴി ആവശ്യമായ ജീവനക്കാരെയും വാഹനത്തെയും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് തന്നെ വലിയ ഭീഷണി ഉണ്ടാകുന്നൊരു നിലയാണ് പുലി ഉണ്ടാകുന്നത്. നേരത്തെ ഒരു വർഷം മുമ്പ് ആനയുടെ ഭീഷണിയായിരുന്നെങ്കിൽ ഇപ്പോൾ പുലിയാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് അവരുടെ ജീവന് സുരക്ഷ ഏർപ്പെടുത്താൻ ആവശ്യമായ നടപടി ബഹുമാനപ്പെട്ട മന്ത്രി, ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട MLA CH കുഞ്ഞമ്പു ഇവിടെ നടത്തിയ സബ്മിഷനിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ് സർ. അവിടെ മേൽപ്പറഞ്ഞ പഞ്ചായത്തുകളിൽ പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് MLA തന്നെ ഇവിടെ വിശദീകരിച്ചതുപോലെ വനം വകുപ്പ് ഒരു ഗൈഡ് ലൈൻസ് എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും അവരുടെ മേൽനോട്ടത്തിൽ 2 കൂടുകൾ വെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയുമാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വനപാലകർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും പരിമിതികൾ മൂലം വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം ശരിയാണ്. സൗദി ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും 4 RRTകളുടെ സ്പെഷ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 17 സ്ഥലങ്ങളിൽ യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയ്ക്കായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സർ, അവിടെ ഒരു വാഹനം മാത്രമേ ഉള്ളൂ. വിവരം ലഭിച്ചാൽ പോകാനുള്ള ഇരുചക്ര വാഹനങ്ങൾ പോലും അവിടെയില്ല. ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന ആവശ്യം കഴിഞ്ഞ വർഷങ്ങളായി കാസർഗോഡ് ജില്ലയിലെ MLAമാരെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും അത് നിർവഹിക്കാൻ പരിമിതികൾ കാരണം സാധിച്ചിട്ടില്ല. അതിൽ ഈ പരിമിതികൾ മറികടന്ന് സംസ്ഥാനത്തെ ഇത്തരത്തിൽ രൂക്ഷമായ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തി അതിന് പ്രത്യേക തരത്തിലുള്ളൊരു ടീമിനെ നിയോഗിച്ച് പ്രവർത്തനം നടത്താനാണ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. സഭയിലെ അംഗങ്ങൾ അറിഞ്ഞതുപോലെ വയനാട്ടിൽ 10 ദിവസം തുടർച്ചയായി കാര്യക്ഷമമായി നടത്തിയ പ്രവർത്തനത്തെ തദ്ദേശവാസികളായ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ മാതൃക തുടരാനാണ് വനം വകുപ്പ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ എല്ലാ നടപടികളും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്.